ഏവർക്കും നമസ്കാരം. ഞാനിന്ന് ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. നമ്മളുടെ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാൻ എറണാകുളത്തേക്കുള്ള ട്രെയിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്തേക്ക് അല്ല കേട്ടോ യാത്ര, വേറൊരു സ്ഥലത്തേക്കാണ്. നമ്മുടെ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുമ്പോൾ ഉള്ള വഴികളാണ് കേട്ടോ ഇത്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വഴികളാണ് കേട്ടോ. നല്ല പച്ചപ്പും നല്ല പാടങ്ങളും ഒക്കെയുള്ള ഈ സ്ഥലമാണ്. ഞാൻ പലപ്പോഴും അമ്മയൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ അങ്ങ് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ നമ്മുടെ വണ്ടി സ്ഥിരമായിട്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മേനെ കൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ വയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിലെ ഈ പാടത്തിന്റെ നടുക്ക് കൂടെയൊക്കെ നല്ല വഴികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട്. നല്ല ഭംഗിയല്ലേ. ഒത്തിരി ആൾക്കാർ അവിടെ റീൽസ് ഒക്കെ എടുക്കുന്നൊക്കെ ഞാൻ പോണ വഴിക്ക് കണ്ടു. അങ്ങനെ നമ്മുടെ ട്രെയിൻ അങ്ങനെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാം. ഞാൻ ഇന്ന് മംഗലാപുരത്തേക്ക് പോവാണ് കേട്ടോ. മാംഗ്ലൂർ അല്ലേ. അപ്പൊ മംഗലാപുരത്തേക്ക് പോകാനായിട്ട് നമുക്ക് ട്രെയിൻ വരുന്നത് നമ്മളുടെ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിന്. പക്ഷേ എങ്കിൽ നമുക്ക് എറണാകുളം വരെ ബൈ ബസ്സിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ നമുക്ക് മെമൂനൊക്കെ 10 രൂപയുള്ളൂ എവിടെ നമ്മുടെ എറണാകുളം വരെ എത്താനായിട്ട്. അപ്പൊ പോരുന്ന വഴിക്ക് അമ്മ അതേ ബോളി ഉണ്ടാക്കിയായിരുന്നു, പഴംബോളി തന്നു വിട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഉണ്ടാക്കിയത് കഴിക്കാൻ സമയമില്ലായിരുന്നു. 5 സംതിങ്ങിന്റെ ട്രെയിനായിരുന്നു എനിക്ക് പോകേണ്ടിയിരുന്നത്. അപ്പൊ ഞാൻ ബോളിയൊക്കെ പൊതിഞ്ഞുകൊണ്ട് വന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് എറണാകുളത്ത് വന്നപ്പോഴാണ് കേട്ടോ ഒരു ചായ വാങ്ങിച്ച് നമ്മുടെ ബോളിയൊക്കെ കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇനി ബോളി മാത്രമല്ല കേട്ടോ, ഇന്ന് രാത്രിയിലത്തേക്കുള്ള ഫുഡും കൂടെ അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് എങ്ങനെയാ വെച്ചാൽ പൊതിച്ചോറായിട്ടാണ് കേട്ടോ അമ്മ തന്നു വിട്ടത്. അപ്പൊ ട്രെയിനുകൾ വരുന്നു പോകുന്നു അങ്ങനെ ഇരിക്കുന്നു. എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ വരുന്നത്. 9 മണിക്ക് ശേഷമാണ് ട്രെയിൻ വരുന്നത്. അപ്പൊ ആ സമയമായപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ചോറുണ്ണാന്ന് വിചാരിച്ചു. ചോറുണ്ടിട്ട് 9:30 കഴിയുമ്പോൾ ട്രെയിൻ വരുമ്പോൾ അപ്പൊ ചോറുണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ പൊതിച്ചോറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാറുകറി ഒന്നുമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുണ്ട്, കത്തിരിക്ക മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു എന്താണ് മുളക് കടുക് വറുത്ത ചമ്മന്തി ഇല്ലേ, അതും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന് പൊതിഞ്ഞുകൊണ്ട് വന്നപ്പോഴുള്ള സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അത് കഴിച്ചിട്ട് ഇത് അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് നമ്മുടെ ട്രെയിൻ വന്നോട്ട്. ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു കേട്ടോ മംഗലാപുരത്തിനുള്ളത്. അപ്പോൾ മംഗലാപുരത്തിനുള്ള സ്പെഷ്യൽ ട്രെയിൻ വന്നു. എനിക്ക് RAC ആണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ RAC ആയതുകൊണ്ട് തന്നെ ഷെയറിംഗ് ബർത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ട്രെയിനിലേക്ക് കയറാനായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ട്രെയിൻ പയ്യെ വരുന്നു. അപ്പം നമ്മുടെ മംഗലാപുരത്തേക്കുള്ള യാത്ര അങ്ങനെ ആരംഭിക്കുകയാണ്. അപ്പോൾ ട്രെയിനിൽ നമ്മൾ സുഖമായിട്ട് കയറി. പക്ഷെ ഒരു കാര്യമുണ്ട്, RAC ആയിരുന്നെങ്കിലും കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ S12 കേട്ടോ നമ്മുടെ സീറ്റ്. പക്ഷേങ്കിൽ കുറേ ബർത്തുകൾ ഇങ്ങനെ ഫ്രീ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്ന ആളുകൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും രാത്രി എനിക്ക് കിടക്കാനൊക്കെ ആയിട്ട് പറ്റി കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മളിത് മംഗലാപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മംഗലാപുരത്ത് നമ്മൾ എത്തുന്ന എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാപുരത്ത് നമ്മുടെ എറണാകുളം പോലെ തന്നെ 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ എറണാകുളത്ത് നോർത്ത് സൗത്ത് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെ സെൻട്രലും ഉണ്ട്, ജംഗ്ഷനും ഉണ്ട്. അതിൽ നമ്മൾ ജംഗ്ഷനിലാണ് വന്നിറങ്ങിയത്. ഇത് ജംഗ്ഷനിൽ വന്നിറങ്ങുമ്പോൾ ഒരു പ്രത്യേകത ഉള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജംഗ്ഷൻ വന്നിട്ട് കുറച്ച് ഇന്റീരിയർ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ജംഗ്ഷൻ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഇവിടുന്ന് മുകളിലേക്കുള്ള വഴിയില്ലേ, ആ വഴി കൂടെ നടന്ന് നമ്മൾ മുകളിലേക്ക് കയറി വേണം മെയിൻ റോഡിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് മംഗലാപുരത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂകാംബികയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനുള്ള ബസ്സൊക്കെ കിട്ടുന്നത് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. പിന്നെ അതുമല്ല നമുക്ക് ഫ്രഷ് ആകാനായിട്ടാണെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിലും അതിനൊക്കെയുള്ള സൗകര്യം നമുക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിത് ഇവിടുന്ന് മുകളിലേക്കുള്ള വഴിയിലൂടെ ഇത് മൊത്തത്തിലൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഇത് കണ്ടേ, നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഒത്തിരി സ്ഥലമൊക്കെ ഫ്രണ്ടിലുണ്ട്. ഒത്തിരി ഓട്ടോറിക്ഷകൾ ഇങ്ങനെ നിരനിരയായി കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. നല്ല മനോഹരമായ ആകാശം. രാവിലെ മോർണിംഗിൽ നമ്മളിവിടെ 7 മണിയായപ്പോഴാണ് കേട്ടോ എത്തിയത്. അപ്പോൾ നമ്മളിത് ഈ കാണുന്ന വഴി കണ്ടില്ലേ, ഈ വഴിയിലൂടെ നടന്ന് നമ്മളങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഇല്ല. അപ്പോഴത്തേക്ക് നമ്മൾ മെയിൻ റോഡിലെത്തും. അങ്ങനെ മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് നേരെ ബസ് കിട്ടി. ഞങ്ങളിപ്പോ ഇവിടെ വന്ന് ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഈ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് ജസ്റ്റ് അങ്ങ് നടന്നു പോകുമ്പോൾ തന്നെ നമ്മളുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. കാരണം നല്ല ഭംഗിയല്ലേ ഇവിടെ. എനിക്കാണ് നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ തണൽ മരങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ താഴെ കാണുന്നതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ.
കണ്ടില്ലേ, ഈ വഴി കൂടെ താഴത്തേക്ക് അങ്ങ് പോകണം. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഈ ബസ് കിടക്കുന്നില്ല, ഇതെല്ലാം മൂകാംബികയ്ക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ, മൂകാംബികയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ ഞങ്ങൾ കയറി പോകാൻ നമുക്ക് ഇച്ചിരി പെട്ടെന്ന് ചെല്ലായിരുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്തു, നമുക്കത് ഈ രാജ്കുമാർ എന്ന് പറഞ്ഞ ബസ്സിനാട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഇവിടുന്ന് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് നമ്മൾ ഈ രാജ്കുമാർ എന്ന് പറയുന്ന ബസ്സിന് കുറേ ഉണ്ട് കേട്ടോ, രാജ്കുമാർ ബസ്സുകൾ ഇവർക്ക്. അപ്പോൾ പോയ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാജ്കുമാർ പോണ കണ്ടു. അപ്പോൾ അത് വണ്ടി കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അവിടുന്ന് സ്റ്റാർട്ട് ആവാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുളിക്കാനായിട്ട് വന്ന വഴി നല്ല അത്തപ്പൂക്കളം, ഇവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുള്ള അത്തപ്പൂക്കളം കണ്ടു. അതിനകത്ത് തൊട്ടപ്പുറയായിട്ട് നമുക്ക് ഫ്രഷ് ആവാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, വിസിറ്റിംഗ് ഏരിയ ഇല്ലേ, നമുക്ക് വെയിറ്റിംഗ് ഏരിയ അത് തന്നെ. അതിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലുണ്ട്, റെയിൽവേയുടെ ഹോട്ടലാണ്, അതുകൊണ്ട് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നിയൊക്കെ കഴിച്ചിട്ട് നേരെ ഓടി വന്നപ്പോൾ നമ്മുടെ രാജ്കുമാർ പോകാനായിട്ട് റെഡി ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. ഓടി വന്ന് രാജ്കുമാറിൽ കയറി ഇനി അങ്ങോട്ട് നമ്മളിത് മൂകാംബികയിലേക്കുള്ള യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ മൂകാംബികയിലെത്തി. ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. 1:30 ഇവിടെ നട അടയ്ക്കുന്ന സമയം. പക്ഷെ 12 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് എത്തി. അപ്പൊ ഒരു കാര്യമുണ്ട്, തിരക്ക് നന്നേ കുറവായി. അതായത് മോർണിംഗിലൊക്കെ ഒത്തിരി ആളുകൾ വന്നു. ഈ നട അടയ്ക്കുന്ന സമയമായപ്പോഴത്തേക്കും തിരക്ക് വളരെയധികം കുറഞ്ഞൊരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിച്ചാടി അമ്പലത്തിന്റെ അകത്ത് കയറേണ്ടവർക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരു സൗകര്യവും കൂടി ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. ഈ പുറത്തിങ്ങനെ കുറെ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ നിന്നു. ആളുകൾ ഒത്തിരി പേര് അമ്പലത്തിന്റെ ഫ്രണ്ടിലൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അമ്പലത്തിന്റെ അകത്തേക്കൊന്നും വീഡിയോസ് ഒന്നും അലൗഡ് അല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും ക്യാമറയൊന്നുമായിട്ട് പോയൊന്നുമില്ല. അപ്പൊ ശാന്ത സുന്ദരമായ സ്ഥലം. ഇവിടെ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ദീപാരാധന സമയത്ത് ഈ വിളക്കെല്ലാം കത്തിക്കൂട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക രഥ എഴുന്നള്ളിപ്പ്, അങ്ങനെ കുറെ ചടങ്ങുകളൊക്കെ മൂകാംബികയിലുണ്ട് കേട്ടോ. ഇനി മൂകാംബിക വന്നു കഴിഞ്ഞിട്ട് കുടജാദ്രി പോവുക എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതാണ് ഭയങ്കര വൈബാണ്. ഇതാണ് ഞാൻ പറഞ്ഞ രഥം, കണ്ടോ ഈ രഥം കിടക്കുന്ന കണ്ടില്ലേ. ഈ രഥ എഴുന്നള്ളിപ്പൊക്കെ ഭയങ്കര വിശാലമായ നല്ല കുട്ടും പാട്ടും മേളവും ഒക്കെ ആയിട്ടാണ് ഇവിടെ നടക്കാറുള്ളത്. അതൊക്കെ ശരിക്കും നമ്മൾ ദീപാരാധന കഴിഞ്ഞുള്ള സമയത്ത് കാണണം. പിന്നെ കുറെ ആളുകൾ കലകളുടെ അരങ്ങേറ്റങ്ങള്, അക്ഷരം കുറിക്കല്, ഇങ്ങനെയുള്ള പല പരിപാടികളും ഈ ഒരു മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടത്താറുണ്ട്, ആചരിക്കാറുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ ഭയങ്കര വൈബായിരിക്കും. ഇപ്പൊ നട അടച്ചു, അവിടെ ഒരു മണി മുഴങ്ങി നട അടച്ചു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തിരക്കുകളെല്ലാം ഒഴിവായി. അപ്പൊ ഇനിയുണ്ടല്ലോ, ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉച്ചയായിട്ട് ഇപ്പൊ ഒരു 1:30 കഴിഞ്ഞു സമയം. അത്രയും സമയം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു. ഇതൊക്കെ ഇവിടുത്തെ വഴിപാടുകള്, ഇവിടെ പഞ്ചാമൃതം പോലത്തെ നെയ്യിലുള്ളൊരു സാധനം, പിന്നെ കുങ്കുമാർച്ചന, അങ്ങനത്തെ അഭിഷേകം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഈ കാണുന്നുണ്ടല്ലോ, ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ അന്നദാന മണ്ഡപമാണ്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപമാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നത്തൊന്നുമില്ല, വലുത് തന്നെയാണ്. ഇതിനകത്ത് ഒരു അന്നദാന മണ്ഡപം അല്ല ഉള്ളത്, കുറെ അന്നദാന മണ്ഡപങ്ങളുണ്ട് കേട്ടോ. ഒരെണ്ണം അടയ്ക്കുമ്പോൾ അടുത്തത്, അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഒത്തിരി അന്നദാന മണ്ഡപങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഈ വഴിയുടെ താഴത്തേക്ക് പോയ ഒരെണ്ണം, മുകളിലേക്ക് പോയ ഒരെണ്ണം, സൈഡിലേക്ക് പോയ ഒരെണ്ണം, അങ്ങനെ ഇത് നമ്മൾ അങ്ങനെ ഒരു ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇത് ഒരു ഹാളാണ് കേട്ടോ. ഇതുപോലെ കുറേ ഹാളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ആദ്യം നമ്മൾ കഴിക്കുമ്പോഴേ ഒരു സാമ്പാർ പോലത്തെ, ഒരു സാമ്പാർ അല്ല, ഒരു പ്രത്യേക കറി, പിന്നെ വലിയതായ കഷ്ണമായിട്ടുള്ള അച്ചാറ്, പിന്നെ ബീട്രൂട്ടൊക്കെ ഇട്ടിട്ട് വേറൊരു കറി, എല്ലാത്തിനായിട്ടും മധുരത്തിന്റെ ടേസ്റ്റുള്ള കറികളാണ് ഇവിടെ കൂടുതലും. പിന്നെ ആളുകളെല്ലാം ഇവിടെ നിലത്തിരുന്നാണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് പേർക്ക് മുകളിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് സ്പെഷ്യൽ ഫോർ ഹാൻഡിക്യാപ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെന്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും നിലത്തിരുന്ന്, എല്ലാവരും വട്ടത്തിൽ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇരുന്നിട്ടാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്. നല്ല വൈറ്റ് റൈസും ഈ കറിയുടെ ടേസ്റ്റ് എല്ലാം കൂടെ ചേരുമ്പോഴല്ലോ അതീവ ഗംഭീര രുചിയാണ് കേട്ടോ. നിങ്ങൾ മൂകാംബികയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്നദാന മണ്ഡപത്തിൽ നിന്ന് തന്നെ, ഇവിടുന്ന് തന്നെ വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട്. അതൊരു അനുഭവം തന്നെയായിരിക്കും കേട്ടോ. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പിന്നെ നമുക്കുണ്ടല്ലോ, വീണ്ടും നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചോറ് വേണമെങ്കിൽ ചോറ് വാങ്ങിക്കാം. അതല്ലേ പിന്നെ നമുക്ക് സാമ്പാർ, പിന്നെ വേറൊരു കറിയും കൂടെ കൂട്ടി പിന്നെ നമുക്ക് തരും. പിന്നെ ഇവിടെ മോരുണ്ട് കേട്ടോ, മോരും ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. പിന്നെ ഇത് ലാസ്റ്റ് എല്ലാം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പായസം ഉണ്ട് കേട്ടോ. അത് വലിയ ഹെവി, നമ്മുടെ നാട്ടിലെ പോലെ പരിപ്പ്, ഇത് പരിപ്പുണ്ട്, അരിയുണ്ട്, എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച ഒരു ടേസ്റ്റാണ്. എന്നാൽ
ഇത് ഭയങ്കര ഹെവി ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ പായസം കുടിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ അല്പം മോരും കൂടെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ മധുരം ഒന്ന് ഇത് ബാലൻസ് ചെയ്യാനായിട്ട്. ഇത് ദേ വാശേരിയാണ് കേട്ടോ ഇവിടെ. അപ്പം നമ്മുടെ ഇവിടുത്തെ ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ ഇന്ന് കുറച്ച് തിരക്ക് കുറവായിരുന്നു ഇവിടെ. കാരണം കുറേ അന്നദാന മണ്ഡപങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ, ഇതിൻ്റെ ഈ മുകളിലത്തെ നിലയിലും അതിൻ്റെ മുകളിലത്തെ നിലയിലും ഒക്കെ ഓരോരോരോ പോർഷൻസ് ഹാളുകളുണ്ട്. ആ ഓരോ ഹാളുകൾക്കും ഓരോ പേരുകളാണ് കേട്ടോ. ഇത് വേറൊരു സൈഡാണ് ഞാൻ കാണിക്കുന്നത്, കണ്ടില്ലേ. ഇതിങ്ങനെ 4 വശത്തേക്കുള്ള ഇതാണ്. അതുകൊണ്ടാണ് ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപം എന്ന് ഇതിനെ പറയാൻ കാരണം. അങ്ങനെ നമ്മളിത് എന്തായാലും പുറത്തൊക്കെ ഇറങ്ങി. ഇനി ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള ലേഡീസിനും ജെൻസിനും ഒക്കെ ഉള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും ഈ അമ്പലത്തോട് ചേർന്ന് തന്നെയുണ്ട്. പിന്നെ നമ്മൾ വരുമ്പോൾ ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ടാണ് വരുന്നത്. നമുക്ക് 2 രൂപയാണ് ചെരുപ്പ് സൂക്ഷിക്കാനുള്ളൂ. പിന്നെ ബാഗൊക്കെ വെക്കാനുള്ള വേറെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ സ്റ്റാൻഡിലാണ് ബാഗ്, അവിടുത്തെ ഒരു സ്ഥലമുണ്ട് ബാഗ് വെക്കുന്നത്, അവിടെയാണ് വന്നത്. ഇത് റോഡിൽ നിന്നുള്ള അമ്പലത്തിന്റെ ഒരു വ്യൂ ആണ്. നല്ല കോടയൊക്കെയുള്ള സ്ഥലമാണ്. പക്ഷെ എൻ്റെ ഫോണിൽ അത്ര അങ്ങോട്ട് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. പൊതുവെ ഇന്നൊരു തിരക്ക് കുറവുള്ള ഒരു സമയമാണ് ഈ ഉച്ച സമയം കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചത് ഇത് മൂകാംബിക എന്ന് അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഈ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ എനിക്ക് എയർപോർട്ട് പോലെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് കണ്ടില്ല, വിശാലമായി മൈതാനം പോലുള്ള സ്ഥലമാണ്. അങ്ങ് കുറേ ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ കൗണ്ടറുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇത് കണ്ടില്ലേ, ഇത് പോകുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കറക്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഇത് എയർപോർട്ട് പോലത്തെ ഫീൽ അത് ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെ വിശാലമായ മൈതാനം പോലെയാണ് നമ്മുടെ മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ കാണപ്പെടുന്നത്. അവിടെ നിന്ന് നമ്മൾ മൂകാംബികയുടെ ബൈ ബൈ പറഞ്ഞ് നേരെ വീണ്ടും മംഗലാപുരം ജംഗ്ഷനിലാണ് എത്തിയത്. ഇവിടുന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. ഓക്കെ, ഇവിടുന്ന് രാത്രി 11:15 നമ്മുടെ ട്രെയിൻ എറണാകുളത്തേക്കുള്ള. അപ്പൊ ആ ട്രെയിൻ നല്ലൊരു യാത്രാ അനുഭവം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എറണാകുളത്തേക്ക് പോകാൻ റെഡി ആയിട്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൊല്ലം മാംഗ്ലൂർ സ്പെഷ്യൽ ട്രെയിൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 15-ലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. റിസർവേഷൻ ഓക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മാംഗ്ലൂർ വരെ പോകാൻ കിട്ടിയ ഒരു അവസരത്തിൽ ഞാനിങ്ങനെ പെട്ടെന്ന് മാംഗ്ലൂർക്ക് പോകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു യാത്രാ വ്ലോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.